മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊരാൾ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ കാണുന്ന ഒരാളിൽ എങ്ങനെ മതിപ്പുണ്ടാക്കാം, അതായത് ഹൗ ടു ഇംപ്രസ് പീപ്പിൾ എന്നുള്ളതാണ്. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ശ്രമിച്ചാൽ നമുക്ക് അത് സാധിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാളെ പരിചയപ്പെടാൻ നമ്മൾ പോകുന്നതെങ്കിൽ അവരെക്കുറിച്ചൊരു ചെറിയ ബയോഡാറ്റ നമ്മൾ സംഘടിപ്പിക്കണം. അവരാരാണ്, അവരുടെ താല്പര്യം എന്താണ്, പിന്നെ അവർ സാധാരണ രീതിയിൽ എന്ത് കാര്യങ്ങളിലൊക്കെയാണ് ഇടപെടുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അവരോട് സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരിക്കണം. ഓടി വേർത്തൊലിച്ച് അങ്ങോട്ട് ചെല്ലുകയല്ല വേണ്ടത്. ഓട്ടമത്സരം കഴിഞ്ഞ് വരുന്നത് പോലെ നമുക്കും ഒരു വെപ്രാളം, അവർക്കും ഒരു വെപ്രാളം. അതുകൊണ്ട് നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ മുഖഭാവം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ക്ലെൻലിനെസ്, ഇതൊക്കെ ചെല്ലുന്ന ആളെ പെട്ടെന്ന് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയോ അതല്ലാതെ തന്നെ ഒരു അകൽച്ച തോന്നുകയോ ചെയ്യും. ചിരിക്കുന്ന മുഖഭാവം എന്ന് വിചാരിച്ച് ചിരിക്കാൻ പാടില്ല. നമ്മളും അപ്രോച്ചബിളാണ്, അവരും അപ്രോച്ചബിളാണെന്ന് തോന്നുന്ന ഒരു മുഖഭാവം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മളെങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്, അതൊരു വലിയ ഫാക്ടറാണ്. ചെല്ലുന്ന ഉടനെ നമ്മുടെ കാര്യങ്ങൾ പറയുകയല്ല, അദ്ദേഹവുമായി ഒരു ചെറിയ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയും, അതുണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് സംസാരം ആരംഭിക്കാൻ. ഇനി നമ്മളുമായി കുറേ നാൾ പരിചയവും നമുക്ക് വളരെ അടുപ്പമൊക്കെ ഉള്ളവരാണെങ്കിൽ ആകെപ്പാടെ അവിടെയൊക്കെ നോക്കി അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അവരെ നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അവർ പറയുന്ന ഹ്യൂമർ ചിലപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതായി. ഈ ലോകത്തിൽ ഏറ്റവും മനുഷ്യന് ആവശ്യം എന്താണ്? അക്സെപ്റ്റൻസാണ്. ബേസിക് നീഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയും. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലായി എന്നും നമുക്ക് അതിനകത്ത് വലിയ അഭിപ്രായമില്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ നമ്മളൊരു കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ ഈ പ്രതീക്ഷ കൈവിട്ട രീതിയിലൊന്നും സംസാരിക്കരുത്. വലിയ വലിയ നെഗറ്റീവ്സ് ഒന്നും അവരോട് സംസാരിക്കരുത്. നമ്മളുടെ പൊസിഷൻ എന്താണെന്നും നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്നും അതിൽ നമ്മൾ പോസിറ്റീവാണെന്നും അവർക്ക് തോന്നുന്ന വിധത്തിൽ വരണം. അവിടെയാണ് നമ്മുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാളുണ്ട്, അയാളെ പരിചയപ്പെടുത്തണം. ഒരിക്കലും അവരെ ഇടിച്ച് താഴ്ത്തി പറയുകയോ കമ്പയർ ചെയ്യുകയോ അവരുടെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ സംസാരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരുപാട് നിങ്ങൾക്ക് അവരെ പുകഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മോഡറേറ്റ് റേറ്റിൽ അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായി നമുക്കത് അവരെ മനസ്സിലാക്കിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. കാരണം നമ്മൾ അങ്ങോട്ട് ചെന്ന് പരാതിയുടെയും നമ്മുടെ കഴിവുകേടിൻ്റെയും കെട്ടഴിക്കാൻ അത് നമ്മുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളോ അല്ല, നമ്മളൊരാവശ്യത്തിന് കാണാൻ പോകുന്ന ആളാണ്. അപ്പോൾ സത്യസന്ധമായ വാക്കുകൾ വേണം സംസാരിക്കാൻ, പക്ഷെ ശ്രദ്ധിക്കണം, അപ്രിയ സത്യം പറയാൻ പാടില്ല. വ്യക്തമായ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, അതുപോലെ തന്നെ കുറച്ചൊക്കെ ശുഭാപ്തി വിശ്വാസിയും കൂടാണ് നിങ്ങൾ എന്നൊക്കെ അവർക്ക് തോന്നത്തക്ക വിധത്തിലുള്ള സംഭാഷണം വേണം അവിടെ നടത്താം. നമ്മുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ അവർക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടുന്ന വിധത്തിൽ വേണം. അവർ നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരും, നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമൊക്കെ. പക്ഷെ അതിനൊന്നും നമ്മൾ തക്ക മറുപടി പറയാതെ വേണ്ട മറുപടി പറഞ്ഞ് അവരെ അലോരസപ്പെടുത്താതെ വേണം സംസാരിക്കാൻ. അവരെ കൊണ്ട് നമുക്ക് എന്താണ് കാര്യം സാധിക്കേണ്ടത് അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഉള്ളിലുള്ള ആഹ്ലാദവും ഉത്സാഹവും സ്മാർട്ട്നെസ് എന്നൊക്കെ പറയും, ഡൈനമിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമ്മൾ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. നമ്മൾ പ്രതികരണം ഉണ്ടാക്കുന്നത് അത്തരത്തിൽ വേണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആൽഫ്രഡ് അഡ്ലർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്നോ, മനുഷ്യൻ്റെ
കഴിവെന്ന് പറയുന്നത് ഏത് നെഗറ്റീവ് സിറ്റുവേഷനെയും പോസിറ്റീവാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും പ്രശ്നത്തിൽ കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരാളോട് 5 മിനിറ്റ് ചിലവാക്കിയത് ഞാൻ പോസിറ്റീവായി എന്ന് തോന്നത്തക്ക വിധത്തിൽ വേണം അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കാൻ. എല്ലാം നമ്മൾ പറയുന്ന സമയത്ത് ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ കാര്യം കാണണമെങ്കിൽ ചില സംഗതികളൊക്കെ നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചാലേ സാധിക്കൂ എന്നാണ് പല നിരീക്ഷണങ്ങളിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം നടക്കണമെങ്കിൽ നമ്മൾ ചെല്ലുന്ന ആളുടെ വിനയവും അതുപോലെ നമ്മൾ ഒരു വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കാതെ ഒരു മോഡറേറ്റ് റേറ്റിൽ ചെന്നിരിക്കുന്ന ആളാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ അറിവില്ലാത്ത ആളുകളുടെ അടുക്കലായിരിക്കും പോകുന്നതെങ്കിലും അവരെ ഒരിക്കലും താഴ്ത്തി പറയാതെയും അവിടെ നമ്മുടെ അകത്തിന് ഒരു ചെറിയ വേലി കെട്ടിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതുപോലെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ തമാശ പറയണം എന്നുള്ളതല്ല, പറയുന്നതിൻ്റെ അർത്ഥം അതാത് രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരാളുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പോൾ എൻ്റെ 10 മിനിറ്റ് വളരെ വാല്യുബിളാണെന്ന് അദ്ദേഹത്തിന് തോന്നും. അതേപോലെ തന്നെ നമുക്കും തോന്നും. അത്തരത്തിലുള്ള സംഭാഷണ രീതിയും ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡും കൊണ്ട് ഒരാളെ നമ്മൾ സമീപിച്ചാൽ നമുക്ക് അവരെയും അവർക്ക് നമ്മളെയും ഇംപ്രസ് ചെയ്യാൻ സാധിക്കും. വേറൊരു ചോദ്യോത്തരവുമായി അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.